ഡിയർ MSc സ്റ്റുഡൻസ്, ഇപ്പൊ നോക്കൂ, നിങ്ങൾക്ക് നമ്മൾ മൂന്നാമത്തെ മോഡൽ ഏതാ ചെയ്തത്? സിലിണ്ടറിക്കൽ ഗ്രൈൻഡിങ് അല്ലേ? എന്താ സിലിണ്ടറിക്കൽ ഗ്രൈൻഡിങ്? ഒരു സിലിണ്ടർ പീസ്, അതായത് നമ്മളിപ്പോൾ ചെയ്ത എത്രയിലാണോ 25 mm ഒരു പീസ് എടുത്തിട്ട് മെഷീൻ ചെയ്ത് അതിന് സർഫസ് ഗ്രൈൻഡ് അല്ല, അതിന്റെ ഔട്ടർ സർഫസ് പെരിഫറി എന്ത് ചെയ്തു? ഗ്രൈൻഡ് ചെയ്ത് എടുത്തു. എങ്ങനെ? ലെയ്ത്തിൽ, ദാറ്റ് ഈസ് ലെയ്ത്തുമാരിക്കുള്ളൊരു മെഷീനാണ് സിലിണ്ടറിക്കൽ ഗ്രൈൻഡിങ് ചെയ്യുന്നത്. അതിൽ നമ്മൾ ചെറിയ ചക്കിൽ വർക്ക് കൊടുക്കും. ഓക്കെ, ആ ചക്കിൽ വർക്ക് ഉപയോഗിച്ച ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? ഗ്രൈൻഡർ എന്താണ്? ഒരു ട്രാവേഴ്സബിൾ അല്ലെങ്കിൽ ട്രാവലിംഗ് ഗ്രൈൻഡറാണ്. ഓക്കെ, ആ ഗ്രൈൻഡറിന് എന്ത് ചെയ്യുന്നു? റൊട്ടേറ്റ് ചെയ്യുന്ന വീൽ ഇതിനോട് വെയിറ്റ് ചെയ്യിക്കുന്നു. അപ്പോൾ എന്താണ്? രണ്ടും റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതായത് നമ്മുടെ ഇതിൻ്റെ ചക്കിലിരിക്കുന്ന വർക്കും റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഗ്രൈൻഡിങ് വീല് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അങ്ങനെ നമ്മൾ സിലിണ്ടറിക്കലായിട്ട് എടുത്തു. ഓക്കെ, സിലിണ്ടറിക്കൽ ഗ്രൈൻഡിങ് നമുക്ക് വളരെ ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് 10 മൈക്രോൺ വരെ പെർഫെക്ഷനിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അത് എന്താണ്? സിലിണ്ടറിക്കൽ ഗ്രൈൻഡിങ്. പിന്നെ നോക്കൂ, അടുത്തൊരു പ്രോസസ്സാണ് നിങ്ങളുടെ 5ാമത്തെ വർക്കാണ് ഇത് സർഫസ് ഗ്രൈൻഡിങ്. ഓക്കെ, സിലിണ്ടറിക്കൽ ഗ്രൈൻഡിങ് ആദ്യം ചെയ്തു, സർഫസ് ഗ്രൈൻഡിങ്. സർഫസ് ഗ്രൈൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി എന്താണ്? ഇപ്പൊ നോക്കൂ, നമ്മളിപ്പോൾ ഇതൊരു റെയിലിന്റെ പീസാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇരുമ്പിന്റെ പീസാണ് വിചാരിക്കുന്നത്. ഇത് നമുക്ക് സർഫസ് ഫിനിഷ് നമുക്ക് കറക്റ്റാക്കി ഫിനിഷ് ചെയ്തെടുക്കണം, ക്ലീൻ ആയിട്ട് എടുക്കണം. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യുന്നു? ഒരു റോട്ടറി ആയിട്ടുള്ള, അതായത് റോട്ടറി ആയിട്ടുള്ള ഒരു ഗ്രൈൻഡിങ് വീലിന്റെ അടിയിലേക്ക് ഒരു ട്രാവേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നതും ക്രോസ് ആയിട്ട് മൂവ് ചെയ്യുന്നതും ഒരു ടേബിളിന്റെ മുകളിൽ ഇതിന് ഫിക്സ് ചെയ്യുന്നു. ആ ഗ്രൈൻഡിങ് മെഷീൻ എന്ത് ചെയ്യുന്നു? ഗ്രൈൻഡിങ് വീലിനെ ഇതിൽ കൊടുന്ന് റബ്ബ് ചെയ്യിക്കണം. റബ്ബ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിന്റെ മുകളിൽ കൂടെ മൂവ് ചെയ്യണം. അപ്പോൾ ആ ടേബിളിനെ നമ്മൾ കൈകൊണ്ട് മൂവ് ചെയ്യണതുകൊണ്ട് മെക്കാനിക്കലായി മൂവ് ചെയ്യുന്നുണ്ട്, ഓട്ടോമാറ്റിക്കായിട്ട് മൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യണം. ആ മോട്ടർ എങ്ങനെ ഇവിടെ നിന്ന് റൊട്ടേറ്റ് ചെയ്യണം. അത് നമുക്കപ്പോൾ ആ വീഡിയോയിൽ കാണാം. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുന്നു? സർഫസ് ഗ്രൈൻഡിങ്. അപ്പോൾ നമുക്ക് വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് സർഫസ് ഗ്രൈൻഡർ? ഓക്കെ, ആക്ച്വലി നോർമലി എന്ന് പറഞ്ഞാൽ ഗ്രൈൻഡിങ് ഈസ് എ പ്രോസസ് ഓൺലി ഫോർ ഫിനിഷിംഗ് പ്രോസസ്സാണ്. ഓക്കെ, മെറ്റീരിയൽ റിമൂവ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതല്ല, പക്ഷെ ഒരു 1 mm വരെയൊക്കെ മാക്സിമം റിമൂവ് ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് എടുക്കണമെങ്കിൽ തന്നെ ഒരുപാട് ടൈം കട്ടെടുക്കണം. ഓക്കെ, സോ എന്ത് ചെയ്യുന്നു? നമ്മൾ മൈക്രോൺസ് കണക്കിന് നമുക്ക് എന്തിൽ ചെയ്യാം? സർഫസ് ഗ്രൈൻഡിങ്ങിൽ പോളിഷ് ചെയ്യുക. അപ്പോൾ നോക്കുക, ലെയ്ത്തിന്റെ ബെഡിന്റെ മുകളിൽ കൂടെ എന്താണ്? കാരേജ് ഓടേണ്ടതാണ്. ഉണ്ടല്ലേ? അപ്പോൾ എന്താണ്? ആ കാരേജ്, ആ ഓടേണ്ട സർഫസ് ഫൈൻ ഫിനിഷ് ആക്കുക. ഓക്കെ, അതാണ് അതിന്റെ മെയിൻ പർപ്പസ്. എന്താണ്? ഫൈൻ ഫിനിഷ് ആക്കുക. അപ് ടു N7 വരെ. നമ്മുടെ കയ്യിലിരിക്കുന്ന സർഫസ് ഗ്രൈൻഡിൽ N7 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1.6 മൈക്രോൺ. 1.6 മൈക്രോൺ വരെ സർഫസ് റഫ്നെസ് നമുക്ക് നമുക്ക് നമ്മുടെ സർഫസ് ഗ്രൈൻഡറിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, എന്താണ് വാട്ട് ഈസ് എ മൈക്രോൺ? ഞാൻ പറഞ്ഞതാണ്, നിങ്ങൾ കറക്റ്റായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു നോക്കുന്നു. 1 mm-ന്റെ 1000-1 1 മൈക്രോൺ. ഓക്കെ, അപ്പൊ സർഫസ് റഫ്നെസ് എങ്ങനെയാണ്? സർഫസ് ഫിനിഷ് ഓർ സർഫസ് റഫ് നമുക്ക് നമ്മുടെ സർഫസ് ഗ്രൈൻഡറിൽ നമുക്ക് 1.6 മൈക്രോൺ, അതായത് നമുക്ക് അതിൽ റീഡ് ചെയ്യാൻ പറ്റുന്ന 1 മൈക്രോൺ വരെ നമുക്ക് അതിൽ റീഡ് ചെയ്യാൻ പറ്റും. ആ ടോർക്ക് ആ മോട്ടറിനെയും നമ്മുടെ വീലിനെയും 1 മൈക്രോൺ വരെ ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് അതിന് അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെന്റിൽ അതിൽ അത്രയും പെർഫെക്ഷൻ കിട്ടും. ഓക്കെ, ആ 1 മൈക്രോൺ. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? നമുക്ക് സർഫസ് ഫിനിഷ് 1.6 മൈക്രോൺ N7 വരെ നമുക്ക് അതിൽ കൊണ്ടുവരാം. ഓക്കെ, സർഫസ് ഫിനിഷ്. ഓക്കെ, സർഫസ് ഫിനിഷ് 1.6 മൈക്രോൺ, അതായത് 1 മൈക്രോൺ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 mm-ന്റെ 1001. ഓക്കെ, അത്രയും നമുക്ക് നമ്മുടെ സർഫസ് ഗ്രൈൻഡറിൽ ചെയ്യാൻ പറ്റും. വളരെ സിമ്പിൾ ആണ്. എന്താണ്? നമ്മളൊരു വർക്കിന് എന്ത് ചെയ്യുന്നു? ഒരു ക്യൂബ് പീസിനെ നമ്മൾ ലെയ്ത്തിൽ വെച്ചിട്ട് നമ്മൾ സ്റ്റാൻഡേർഡ് സൈസിലേക്ക് കൊണ്ടുവരുന്നു. നമ്മുടെ സൈസ് എത്രയാണോ 50 mm 50 mm-ലേക്ക് ഒരു 50.1 അങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ലെയ്ത്തിൽ മെഷീൻ ചെയ്തെടുക്കണം. ഓക്കെ, ലെയ്ത്തിൽ മെഷീൻ ചെയ്ത് അത് ക്യൂബ് ആക്കിയ ശേഷം എന്ത് ചെയ്യുന്നു? നമ്മൾ ഈ സർഫസ് ഗ്രൈൻഡറിൽ കൊണ്ടുവരുന്നു. അതിൽ പിടിപ്പിച്ച ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു 50 mm കറക്റ്റ് സൈസിലേക്ക് കൊണ്ടുവരികയാണ്. എത്ര? N7-ലേക്ക് കൊണ്ടുവരികയാണ്. അതായത് അൺഡ്യൂ ആയിട്ടുള്ള ഏരിയാസിന്റെ മാക്സിമം പെർമിറ്റഡ് N7 1.6 മൈക്രോൺ ആണ് അതിൽ നമുക്ക് അപ്പ് ആൻഡ് ഡൗൺ പെർമിറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നിങ്ങൾ നോക്കിക്കോളൂ. അതിലേക്ക് അത് നമ്മൾ ടെസ്റ്റ് വാട്ട് ഈ സർഫസ് ഫിനിഷ് ടെസ്റ്റ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് ഡയൽ ഇൻഡിക്കേറ്റർ ഓർ ഡയൽ ടെസ്റ്റർ. ഓക്കെ, ഡയൽ അതായത് സർഫസിന്റെ ലെവലുകൾ നമ്മൾ മെഷീൻ ചെയ്തതിന് ശേഷം എടുക്കുന്ന ആ ഇൻസ്ട്രുമെന്റ് ആണ് ഇപ്പൊ നമ്മൾ കാണുന്നത്. ഓക്കെ,
അപ്പൊ അതിൽ നോക്കുക, അതിലൊരു സീറോയിലേക്ക് ഒരു നീഡിലുണ്ട്. ആ സീറോയിൽ അവിടെ നമുക്ക് ഒരു ഗ്രാജുവേഷൻ ഉണ്ട് കണ്ടോ. ആ ഗ്രാജുവേഷന്റെ ഒരു ഗ്രാജുവേഷന് 10 മൈക്രോൺ ആണ്. അതിന്റെ ഒരു ഗ്രാജുവേഷൻ എത്രയാണ്? 10 മൈക്രോൺ ആണ്. ഓക്കെ, ഒരു MM-ന്റെ 1010 അതില്. അപ്പൊ അതിലേക്കും പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. 1 മൈക്രോൺ വരെ നമുക്ക് ആ മെഷീനിൽ ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് മെഷർ ചെയ്യാൻ നോക്കിക്കോളൂ. ഇതിങ്ങനെ നമ്മൾ സർഫസ് എങ്ങനെ ചെക്ക് ചെയ്യുക? മെഷീൻ ചെയ്തതിന് ശേഷം കണ്ടോ, ഇങ്ങനെ കൊടുന്ന് ഇങ്ങനെ നീക്കുകയാണ്. ഓക്കെ, ഇതൊരു ടേബിളിന്റെ മുകളിൽ വെച്ചതിന് ശേഷം വർക്ക് പീസിന് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് നീക്കണം. സർഫസ് പ്ലേറ്റിന്റെ മുകളിൽ നിന്ന് നമ്മളിത് കൊണ്ടുവന്ന് വെക്കുന്നു. വെച്ചതിന് ശേഷം നമ്മുടെ വർക്ക് പീസ് അടിയിൽ കൊണ്ടുപോയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കുന്നു. അപ്പോൾ കണ്ടോ, നമ്മുടെ ആ വീല് അത് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഇതിലത്തെ ആ ഒരു ഡിവിഷൻ എത്രയാണ്? 10 മൈക്രോൺ ആണ്. നമ്മുടെ മെഷീനിൽ എത്രയാണ്? 1 മൈക്രോൺ വരെ കിട്ടും. ഓക്കെ, ഈ ഡയൽ ഇൻഡിക്കേറ്റർ അല്ല, വേറെ ഡയൽ ഇൻഡിക്കേറ്റർ വേണം അതിൽ കിട്ടണം. എന്താണ്, നമുക്ക് 1 മൈക്രോൺ വരെ ഉള്ളത് കിട്ടാൻ. ഓക്കെ, അപ്പൊ എന്താണ് സർഫസ് എങ്ങനെ ടെസ്റ്റ് ചെയ്യുക? സർഫസ് ഗ്രൈൻഡിങ് കഴിഞ്ഞ ശേഷം നമ്മുടെ പെർസെൻറ്റേജ് ഓഫ് ആക്യുറസി, അതായത് സർഫസ് ഫിനിഷ് N7 കിട്ടുന്നുണ്ടോ നോക്കാൻ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? സർഫസ് പ്ലേറ്റിൽ ഇത് കൊണ്ടുവയ്ക്കുക, നമ്മുടെ ഡയൽ ടെസ്റ്റ് ഇൻഡിക്കേറ്റർ അതിൽ കൊണ്ടുവയ്ക്കുക. എന്നിട്ട് നമ്മൾ ഇതിന്റെ അടിയിൽ വെച്ചതിന് ശേഷം ഇതിങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താണ്, എത്രയാണോ നമ്മുടെ ആവശ്യം ആ ലെവലിലേക്ക് നമ്മൾ കൊണ്ടുവരണം. നമ്മൾക്ക് ഇതിൽ കിട്ടാവുന്ന എത്രയാണ്? 1 മൈക്രോൺ ആക്യുറസി ഉണ്ട്. പക്ഷെ നമുക്ക് N7 വരെ നമുക്ക് കൊണ്ടുവരാം. ഓക്കെ, അതാണ് നമ്മുടെ മെത്തേഡ്. ഇത്രയും പെർഫെക്ഷൻ ആയിട്ട് നമുക്ക് അതിനെ പറ്റി മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, ഇത്രയും പെർഫെക്ഷൻ ആയിട്ട് നമുക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഓക്കെ, അപ്പൊ പിന്നെ നമ്മൾ നോക്കും നെക്സ്റ്റ് എന്താണ്. നമ്മൾക്ക് നെക്സ്റ്റ് എന്താ വെച്ചാൽ പലതരം സർഫസ് ഗ്രൈൻഡിങ് മെഷീൻസ് ഉണ്ട്. ഓക്കെ, സർഫസ് ഗ്രൈൻഡിങ് മെഷീന്റെ നോർമലി എന്തായിരിക്കും? 2 തരമാണ് അതിന്റെ ടേബിളുകൾ. റോട്ടറി ടേബിൾ ആൻഡ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ടു ആൻഡ് ഫ്രോ ആയിട്ട് മൂവ് ചെയ്യുന്ന ടേബിൾ. ഓക്കെ, ടു ആൻഡ് ഫ്രോ മൂവിങ് ടേബിള്, റോട്ടറി ടേബിൾ. ഓക്കെ, അതാണ് മെയിൻലി. ഓക്കെ, പിന്നെ നമ്മുടെ എന്താണ് അതിന്റെ സ്പിൻഡില് ഹൊറിസോണ്ടൽ ആയിട്ട് വന്നിട്ട് അതിൽ ചുറ്റുന്നത്. ഓക്കെ, വെർട്ടിക്കലായിട്ട് വന്നിട്ട് അതിൽ ചുറ്റുന്നത്. അപ്പൊ 4 ടൈപ്പാണ് മെയിനായിട്ടുള്ളത്. ഓക്കെ, ടേബിള് എന്താണ്? റോട്ടറി ടേബിൾ ആയിട്ടുണ്ട്, ടു ആൻഡ് ഫ്രോ മൂവ് ചെയ്യുന്ന ടേബിൾ ആയിട്ടുള്ള സർഫസ് ഗ്രൈൻഡേഴ്സ് ഉണ്ട്. പിന്നെ നമ്മുടെ സ്പിൻഡിൽ എന്താണ്? വെർട്ടിക്കലായിട്ട് സ്പിൻഡിൽ റൊട്ടേറ്റ് ചെയ്യുന്നത്. വീൽ എവിടെയായിരിക്കും? അടിയിലായിരിക്കും. കട്ടിങ് ഗ്രൈൻഡ് വീൽ അടിയിലായിരിക്കും. അങ്ങനത്തെ വീലുകൾ. പിന്നെന്താണ്? ഹൊറിസോണ്ടലായിട്ട് വന്നിട്ട് റൊട്ടേറ്റ് ചെയ്യുന്ന സ്പിൻഡിലുകൾ. അതിൻ്റെയൊക്കെ വീഡിയോസ് ഞാൻ നിങ്ങൾക്ക് അയച്ചിട്ടുണ്ട് കേട്ടോ, അയക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് അതിൽ നോക്കി മനസ്സിലാക്കാൻ പറ്റും. എന്താണ് വെർട്ടിക്കൽ സ്പിൻഡിൽ, എന്താണ് ഹൊറിസോണ്ടൽ സ്പിൻഡിൽ, എന്താണ് എങ്ങനെയാണ് ടേബിൾ ഫ്രണ്ട് ആൻഡ് ബാക്ക് പോകുന്നത്, എങ്ങനെയാണ് റോട്ടറി ടേബിൾ എന്തൊക്കെയാണ്, അതൊക്കെ നിങ്ങൾക്ക് അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ നെറ്റിൽ നിന്ന് എടുത്ത് നിങ്ങൾക്ക് അയച്ചു തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെ നമ്മൾ കറക്റ്റായിട്ട് നോക്കി മനസ്സിലാക്കി. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് 4 ടൈപ്പ്: ഹൊറിസോണ്ടൽ സ്പിൻഡിൽ ആൻഡ് റെസിപ്രോക്കേറ്റിംഗ് ടേബിൾ, വെർട്ടിക്കൽ സ്പിൻഡിൽ ആൻഡ് റെസിപ്രോക്കേറ്റിംഗ്. ഓക്കെ, പിന്നെന്താണ്? ഹൊറിസോണ്ടൽ സ്പിൻഡിൽ ആൻഡ് റോട്ടറി ടേബിൾ. ഓക്കെ, വെർട്ടിക്കൽ സ്പിൻഡിൽ ആൻഡ് റോട്ടറി. അങ്ങനത്തെ 4 ടൈപ്പുകളാണ് സാധാരണ ഉള്ളത്. ഓക്കെ, നമ്മുടെ ഈ ആവശ്യം ഏതാണോ അതിനനുസരിച്ചുള്ള നമുക്കത് ഉപയോഗിക്കാം. പിന്നെ നോക്കും, അതിൽ സർഫസ് ഗ്രൈൻഡിങ്ങിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നോക്കിക്കോളൂ, സാധാരണ നമ്മൾ മനസ്സിലാക്കുക എന്താണ്, ഗ്രൈൻഡിങ് വീലിന്റെ അല്ലാന്നുണ്ടെങ്കിൽ കട്ടിങ് സ്പീഡ് കൂടുമ്പോഴാണ് നമുക്ക് ഹീറ്റ് ജനറേഷൻ കൂടുക. ഓക്കെ, പക്ഷെ ഈ കേസിൽ, ദാറ്റ് ഈസ് നമ്മുടെ ഗ്രൈൻഡിങ്ങിന്റെ കേസിൽ എന്താണ്, സർഫസ് സ്പീഡ് ഓഫ് ദി കട്ടിങ് ടൂൾ, ദാറ്റ് ഈസ് വീൽ കൂടുന്തോറും എന്താണ്, ഹീറ്റ് ജനറേഷൻ കുറയും. അപ്പൊ അതിൽ നമ്മുടെ സർഫസ് ഗ്രൈൻഡറിന്റെ മുകളിൽ എന്താണ്, മോട്ടർ കണ്ടോ, 2880 RPM ഉള്ള മോട്ടറാണ്. ഓക്കെ, മോട്ടോർ എന്താണ്, ഹൈ സ്പീഡ് മോട്ടറാണ്. അപ്പൊ എന്താണ്, അതിൽ ഫിറ്റ് ചെയ്യുന്ന വീലിന്റെ പെരിഫറൽ സ്പീഡ് എന്തായിരിക്കും, ഒരുപാട് ജാസ്തി ആയിരിക്കും. പെരിഫറൽ സ്പീഡ് വിൽ ബി വെരി ഹൈ. പെരിഫറൽ സ്പീഡ് ഹൈ ആകുമ്പോൾ എന്താണ്, ആക്ച്വലി ദർ വിൽ ബി ഹീറ്റ് ജനറേഷൻ ലെസ്. ദർ വിൽ ബി ലെസ് ഹീറ്റ് ജനറേഷൻ. ഓക്കെ, സർഫസ് സ്പീഡ് കുറയുമ്പോൾ എന്താണ്, നമ്മുടെ സർഫസ് ഗ്രൈൻഡിങ് പ്രോസസ്സിൽ ഹീറ്റ് ജനറേഷൻ വിൽ ബി മോർ. ഓക്കെ, അപ്പൊ സർഫസ് സ്പീഡ് ഈ കട്ടിങ് നമ്മുടെ ഈ വീലിന്റെ സർഫസ് സ്പീഡ് കൂടാൻ വേണ്ടിയിട്ട് എന്താ ചെയ്തത്, ഹൈ RPM മോട്ടറാണ് അതിൽ ഫിറ്റ് ചെയ്തത്. ഓക്കെ, പിന്നെന്താണ് നെക്സ്റ്റ് എന്താണ്, ഈ വീല്, ഗ്രൈൻഡിങ് വീലുകൾ നോക്കിക്കോളൂ, പല വിധമുണ്ട്. നിങ്ങൾ എന്താണ് നിങ്ങളുടെ മാനുഫാക്ചറിങ് പ്രോസസ്സിൽ പഠിച്ചിട്ടുണ്ടാവും. സിലിക്കോൺ കാർബൈഡ്, ടങ്സ്റ്റൺ കാർബൈഡ്, പിന്നെന്താണ് അലുമിനിയം ഓക്സൈഡ്, വൈറ്റ് അലുമിനിയം ഓക്സൈഡ്, അങ്ങനെ ഒരുപാട് തരം ഗ്രൈൻഡിങ് വീലുകളുണ്ട്. അപ്പൊ നമ്മൾ നോക്കിക്കോളൂ, ഇവിടെ എന്താണ് കാസ്റ്റാണ് ഗ്രൈൻഡിങ്. നമ്മുടെ വീൽ എന്തായിരിക്കും, സിലിക്കോൺ കാർബൈഡിന്റെ ആയിരിക്കും. ഓക്കെ, സിലിക്കോൺ കാർബൈഡിന്റെ വീലുകളായിരിക്കും. അപ്പൊ അതിന്റെ മാനുഫാക്ചറിംഗ് ഒക്കെ പഠിച്ചിട്ടുണ്ടാവും. എന്താണ് സെല്ലക് ബോണ്ട്, റിസിനോയിഡ് ബോണ്ട്, പിന്നെന്താ വിട്രിഫൈഡ് ബോണ്ട്, അങ്ങനത്തെ പലതരം വീലുകളുണ്ട്. സാധാരണ വിട്രിഫൈഡ് ബോണ്ടുകളാണ്
ഉപയോഗിക്കുന്നത്. കാരണം എന്താണ്, ആ വീടിന്റെ ഗ്രെയിൻസ് നല്ലതായിട്ട് ഉരുക്കി ഉണ്ടാക്കിയതാണ്. ഉരുക്കി ഉണ്ടാക്കിയതാണ്, ഉരുക്കിയിട്ട് ടേക്ക് ചെയ്ത്. അപ്പോൾ എന്താണ്, നല്ല കറക്റ്റായിട്ടുള്ള ബോണ്ടിങ് ഉണ്ടായിരിക്കും. അത് അത്ര ഉരുക്ക്, അതായത് ആ ഗ്രെയിൻസ് പുറത്തേക്ക് എടുത്തു. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കിക്കോളും ഇതിൽ കിട്ടുന്ന സർഫസ് ഫിനിഷ് എത്രയാണ് നമുക്ക് 0.1 mm പ്രൊവൈഡഡ് യുവർ വീൽ ഈസ് പെർഫെക്റ്റ്. ഈ വീല് ചെയ്യല്ലെങ്കിൽ എന്താണ്, നമുക്ക് ഇത് കിട്ടില്ല 0.001, അതായത് 1 മൈക്രോൺ കിട്ടില്ല. അപ്പം വീൽ എന്തായിരിക്കണം, അത്രയും ഫൈൻ ഗ്രെയിൻ ആയിരിക്കണം. അതിന്റെ ഗ്രെയിൻ സൈസ് എന്തായിരിക്കണം, ഫൈൻ ഗ്രെയിൻ ആയിരിക്കണം. ഓക്കെ, അതാണ് അതിന്റെ പ്രധാനപ്പെട്ട ഭാഗം. നമ്മുടെ സർഫസ് ഗ്രൈൻഡർ മോട്ടോർ സ്പീഡ് വിൽ ബി വെരി ഹൈ ആൻഡ് ദി സർഫസ് സ്പീഡ് ഓഫ് ദി ഗ്രൈൻഡിംഗ് വിൽ ബി also will be very high. എന്താണ് നമ്മൾ it can make a perfection of 0.001 mm, that is 1 micron കേട്ടോ. അപ്പൊ നോക്കിക്കോളൂ നമ്മൾ പിന്നെ എന്താണ് ചെയ്യേണ്ടത്. അപ്പൊ നോക്കിക്കോളൂ, അപ്പൊ ആ ടൈപ്സ് ഓഫ് സർഫസ് ഗ്രൈൻഡേഴ്സ് മനസ്സിലാക്കി, അതിന്റെ മോട്ടറിന്റെ സ്പീഡ് മനസ്സിലാക്കി, ഫിൻഡിന്റെ സ്പീഡ് മനസ്സിലാക്കി, ഇതിന്റെ സർഫസ് സ്പീഡ് മനസ്സിലാക്കി, ഗ്രൈൻ സ്ട്രക്ചർ മനസ്സിലാക്കി. ഓക്കെ, ഗ്രൈൻ സ്ട്രക്ചർ മനസ്സിലാക്കി. ഗ്രൈൻ നോക്കിക്കോളൂ, ഫൈൻ ഗ്രൈൻസ് ആയിരിക്കണം. ഫൈൻ ഗ്രൈൻസ് അല്ലെങ്കിൽ എന്താണ്, നമ്മുടെ സർഫസിൽ ഇത്രയും 1 മൈക്രോൺ, അതായത് 10 ഒന്നും നമുക്ക് കിട്ടില്ല. ഓക്കെ, ഫൈൻ ഇതായിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് എന്താണ്, ടേബിൾ എന്തൊക്കെയാണ്, ടേബിളിൽ എന്തൊക്കെ മൂവ്മെന്റ് ഉള്ളത്. ഇപ്പൊ നമ്മുടെ ടേബിളിൽ എന്ത് മൂവ്മെന്റ് ഉള്ളത്, ഹൊറിസോണ്ടൽ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങും, ക്രോസ് ആയിട്ട് ഇങ്ങോട്ടും പോകും. അത്ര 2 മൂവ്മെന്റ് ആണ്. പക്ഷെ നമ്മുടെ ഇതിന് വെർട്ടിക്കൽ ആയിട്ടുള്ള ഒരേ ഒരു മൂവ്മെന്റ് മാത്രമേ ഉള്ളൂ. വെർട്ടിക്കൽ ആയിട്ടുള്ള ഒരേ ഒരു മൂവ്മെന്റ് മാത്രമേ ഉള്ളൂ. അതിൽ നമുക്ക് എന്താണ് 0.001 mm വരെ മുകളിലേക്കും താഴത്തേക്കും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. 0.001 mm വരെ നമുക്ക് അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സ്പിൻഡിലാണത്. ഈ മോട്ടോറും നമ്മുടെ ഈ വീലും മുകളിലേക്കും താഴത്തേക്കും 1 മൈക്രോൺ വരെ പെർഫെക്റ്റ് ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അത് നമുക്ക് അതിൽ ഞാൻ കാണിച്ചു തരാം, നേരത്തെ കാണിച്ചു തരാം. ഓക്കെ, ഇത്രയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഇത്രയാണ് നമുക്ക് മെയിനായിട്ട് ഇതിൽ മനസ്സിലാക്കാറ്. ഇനി നമ്മൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം. വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്, ആക്ച്വലി നമുക്ക് റഫ് സൈസ് എന്ത് ചെയ്യുന്നു, നമ്മൾ ലേത്തിലോ അല്ലെങ്കിൽ ഷേപ്പറിലോ വെച്ചിട്ട് റഫ് സൈസ് ആക്കുന്നു. റഫ് സൈസ് ആക്കിയതിന് ശേഷം മാത്രമാണ് നമ്മൾ സർഫസ് ഗ്രൈൻഡിലേക്ക് കൊണ്ടുവരുന്നത്. ഓക്കെ, റഫ് സൈസ് കാരണം എന്താണ്, നമുക്കിതിൽ വളരെ ലൈറ്റ് ആയിട്ടുള്ള കട്ടുകൾ എടുക്കാൻ പറ്റുള്ളൂ. നമുക്ക് സൈസ് ആക്കണം എന്നുണ്ടെങ്കിൽ എന്തായിരിക്കണം, വേറെ മെഷീനുകളിൽ പ്ലെയിനറോ അല്ലാന്നുണ്ടെങ്കിൽ ഷേപ്പറോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ലേത്തിലോ ഒക്കെ സൈസുകൾ ആക്കിയതിന്റെ ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മുടെ സർഫസ് ഗ്രൈൻഡിലേക്ക് കൊണ്ടുവരുന്നത്. ഓക്കെ, സർഫസ് ഗ്രൈൻഡിൽ കൊണ്ടുവരുന്നത് നമുക്ക് ഫൈൻ ഫിനിഷ് ആക്കി എടുക്കും. ഓക്കെ, ഇപ്പൊ നമ്മൾക്ക് സർഫസ് ഗ്രൈൻഡിങ് ചെയ്യേണ്ട ആ ബ്ലോക്കിന് നമ്മൾ എന്ത് ചെയ്തു, ലേത്തിലെ ഫോർജോ ചക്കിൽ പിടിപ്പിച്ചു. ഫോർജോ ചക്കിൽ പിടിപ്പിച്ചിട്ട് എന്ത് ചെയ്യുന്നത്, നമ്മൾ 50 mm ആക്കണം കേട്ടോ. 50.5 വെച്ചോളൂ, അല്ലെങ്കിൽ 51 വെക്കാം. അത്രയ്ക്ക് നമുക്ക് സർഫസ് ഗ്രൈൻഡിങ്ങിൽ മെറ്റൽ റിമൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരുപാട് ടൈം കൺസ്യൂമിങ് പ്രോസസ്സാണ് മെറ്റൽ റിമൂവിങ്ങിന് സർഫസ് ഗ്രൈൻഡർ. അപ്പോൾ ഫിനിഷിംഗ് മാത്രമേ അതിന് ഉദ്ദേശിക്കാവുള്ളൂ. അപ്പോൾ ഒരു 50.1 വരെ നമ്മൾ ഇതിൽ വെക്കുക, ലേത്തിൽ നമ്മൾ വെച്ചിട്ട് സൈസ് ആക്കുക. ഓക്കെ, ലേത്തിലോ ഇല്ലെങ്കിൽ ഷേപ്പറിലോ ആക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഫോർജോ ചക്കിൽ പിടിപ്പിച്ചു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, നമ്മളൊരു ടങ്സ്റ്റൺ കാർബൈഡ് ടിപ്പ് ടൂൾ വെച്ച് എപ്പോഴും കാസ്റ്റേൺ കട്ട് ചെയ്യുമ്പോൾ ടങ്സ്റ്റൺ കാർബൈഡ് ടൂൾ തന്നെ എടുത്തോളൂ. കാരണം എന്താ, സർഫസ് ഹാർഡ്നെസ് വരാം. ഓക്കെ, ടങ്സ്റ്റൺ കാർബൈഡ് വെച്ചിട്ട് ടൂൾ വെച്ചിട്ട് എടുക്കാവുന്നത്. അപ്പോൾ എന്താ വെച്ചാൽ സർഫസ് ഹാർഡ്നെസ് ഉണ്ടെങ്കിൽ ടൂൾ നന്നായിട്ട് എടുക്കും. മെറ്റൽ റിമൂവ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ 50.5 മുതൽക്ക് 50.0 മതി. സോറി 50. നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ ആ ബ്ലോക്കിന് നമ്മൾ 50.5 മുതൽ 51 വരെ നമ്മൾ ലേത്തിലെടുക്കുക. ഓക്കെ, ബാക്കിയുള്ളത് നമ്മൾ എന്ത് ചെയ്യുന്നു, സർഫസ് ഗ്രൈൻഡിൽ ഫിനിഷ് ചെയ്തെടുക്കുക. സർഫസ് ഗ്രൈൻഡിൽ നമുക്ക് ഒരുപാട് മെറ്റീരിയൽ റിമൂവ് ചെയ്യാൻ പറ്റില്ല, വളരെ ടൈം കൺസ്യൂമിങ് പ്രോസസ്സാണ്. സോ എന്താണ്, നമ്മൾ ഫോർജോ ചക്കിൽ പിടിപ്പിച്ചിട്ട് ഫേസ് ചെയ്ത് കളയുകയാണ്. ഓക്കെ, ഒരു ടങ്സ്റ്റൺ കാർബൈഡ് ടൂൾ വെച്ചിട്ട് ഫേസ് ചെയ്ത് കളയുക. 50.5 മുതൽ 51 വരെ 51 വരെ സൈസ് ആക്കി കേട്ടോ. ടങ്സ്റ്റൺ കാർബൈഡ് ടൂൾ വെച്ചിട്ട് എടുക്കുക കേട്ടോ. അപ്പോഴും HSS വെക്കരുത്. കാരണം എന്താ വെച്ചാൽ ഈ കാസ്റ്റേൺ എന്ന് പറഞ്ഞ സർഫസ് ഹാർഡ്നെസ് പറഞ്ഞ ഒരു പ്രോസസ്സുണ്ട്. ഇടയിൽ ചിലപ്പോൾ ചില ഹോൾസ്, ബ്ലോ ഹോൾസ് ഒക്കെ വരും. അവിടെയൊക്കെ നമ്മുടെ ടൂള് ബ്ലണ്ടായി പോകും. സോ ഓക്കെ, സോ 50.5 51 വെക്കുക കേട്ടോ. നോക്ക്, കറക്റ്റായിട്ട് നമ്മൾ കറക്റ്റായിട്ട് എടുത്ത് വെച്ചിട്ട് നോക്കുക കണ്ടോ. ഇപ്പം ശരിക്കും 52 ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് 1 mm കൂടിയും കളയാം. ഓക്കെ, 1 mm കൂടി. ഓക്കെ, അപ്പൊ നോക്കൂ, നമ്മുടെ ബ്ലോക്ക് നോക്കൂ, എല്ലായിടത്തും എന്തായി 50.5 51 വരെ ഉള്ള സൈസ് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ബാക്കി എന്ത് ചെയ്യണം, സർഫസ് ഫിനിഷ് എന്ത് ചെയ്യണം, നമ്മുടെ സർഫസ് ഗ്രൈൻഡറിൽ പോയിട്ട് ചെയ്യണം. ഓക്കെ,
അപ്പൊ അതാണ് നമ്മൾ ആക്ച്വലി ബ്ലോക്ക് എന്ത് ചെയ്യണം, വേറെ അതർ മെഷീൻസിൽ എന്ത് ചെയ്യണം, ഹെവി കട്ടുകൾ കൊടുത്തിട്ട് റെഡിയാക്കുക, അല്ലെങ്കിൽ നമ്മുടെ ടൈം ഒരുപാട് പോകും. ഓക്കെ, സോ ഹെവി കട്ട് കൊടുത്തിട്ട് റെഡിയാക്കിയ ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിനെ നേരെ സർഫസ് ഗ്രൈൻഡ് ചെയ്യുന്നു. ഓക്കെ, ഇതാണ് നമ്മുടെ സർഫസ് ഗ്രൈൻഡിങ് മെഷീൻ കേട്ടോ, സർഫസ് ഗ്രൈൻഡിങ് മെഷീൻ. അപ്പൊ നമ്മൾ ആദ്യം ചെയ്ത മോഡൽ എന്താണ്, സിലിണ്ടറിക്കൽ ഗ്രൈൻഡിങ്. ഓക്കെ, അത് റൊട്ടേറ്റ് ചെയ്യുന്നു, വർക്ക് പീസ് റൊട്ടേറ്റ് ചെയ്യുന്നു, ഏതാണ് ഗ്രൈൻഡിങ് വീൽ റൊട്ടേറ്റ് ചെയ്യും. ഇതിലെങ്ങനെയാ വെച്ചാൽ വർക്ക് പീസ് ടു ആൻഡ് ഫ്രോ മൂവ് ചെയ്യണം. ഓക്കെ, ഇങ്ങോട്ട് ഈ ടേബിളിൽ ഉണ്ടോ, ഇങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള മൂവ്മെന്റ് പ്ലസ് അങ്ങോട്ടുള്ള മൂവ്മെന്റ്, രണ്ട് മൂവ്മെന്റ് ആണ് ടേബിളിലുള്ളത്. ഇതിന് ഈ നമ്മുടെ മോട്ടോർ ഉണ്ടല്ലോ, ഈ മോട്ടോറിന്റെ ഈ ഹെഡിന് അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെന്റ് ഉണ്ട് കേട്ടോ, അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെന്റ് എന്നുള്ളത്. അപ്പൊ നോക്കൂ, അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെന്റ് നോക്കിക്കോളൂ. പിന്നെ ഇതിൽ ആക്ച്വലി നമ്മൾ കണ്ടോ, ഈ വീലിന് നമ്മൾ ഒരു പ്രാവശ്യം ഫുള്ളായി തെറ്റുന്ന സമയത്ത് ഈ സ്പിൻഡില് ഒരെമ്മ മുകളിലേക്ക്. ഓക്കെ, അതിന് നോക്കൂ, വീണ്ടും എന്തായാലും നോക്കിക്കോളൂ, ഇതിനെ നമ്മൾ മൈക്രോമീറ്ററിലൊക്കെ കണ്ടോ, മൈക്രോമീറ്ററിൽ എന്താണ് ഇതിന്റെ ബാരല് ഡിവൈഡ് ചെയ്തിട്ടില്ലേ, അതേമാതിരി ഇതിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, 100 ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഈ വീല് കണ്ടോ, ഒരു പ്രാവശ്യം ചുറ്റുന്ന സമയത്ത് നമ്മുടെ ഈ ദാറ്റ് ഈസ് മോട്ടോർ ഹെഡ്, ദാറ്റ് ഈസ് ആ ഗ്രൈൻഡറിന്റെ ഹെഡ് 1 mm മുകളിലേക്കും ഇടത്തോട്ട് ചുറ്റുകയാണെങ്കിൽ താഴത്തേക്ക് വരണം. ഓക്കെ, 1 mm ആണ് ഒരു ചുറ്റില്. ആ ഒരു ചുറ്റിനെ കണ്ടോ, ഇവിടെ നോക്കൂ, കണ്ടോ, അതിനെ വീണ്ടും 100 ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഈ ഡയലില്. അപ്പോ ആ 1 mm 100 ഡിവൈഡ് ചെയ്താൽ ഇതിലത്തെ ഒരു ഡിവിഷൻ എത്ര വരിക, 0.01 mm. 0.01 mm ഈക്വൽ ടു 10 മൈക്രോൺ. ഓക്കെ, എന്നിട്ട് നോക്കൂ, ഇതിലത്തെ 9 ഡിവിഷനെ ഇതിന്റെ മുകളിൽ കണ്ടോ, ഒരു ഡിവിഷൻ റീഡിങ് കാണുന്നത് 10 ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിലത്തെ 9 ഡിവിഷനെ ഇതിന്റെ മുകളിൽ 10 ഡിവൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പൊ അതിലത്തെ ഈ ഒരു ഡിവിഷനും ഈ ഒരു ഡിവിഷനും തമ്മിലുള്ള വേരിയേഷൻ എത്രയാണ്, 0.001 mm. ഓക്കെ, ദാറ്റ് ഈസ് ഇക്വൽ ടു 1 മൈക്രോൺ. അപ്പൊ എന്താണ് നമുക്ക് നമുക്ക് ഈ മോട്ടോർ ഹെഡിന്, ദാറ്റ് ഈസ് ഗ്രൈൻഡർ വീൽ ഹെഡിന് നമുക്ക് 1 മൈക്രോൺ വരെ ആക്യുറേറ്റ് ആയിട്ട് മുകളിലേക്കോ താഴത്തേക്കോ മൂവ് ചെയ്യാനുള്ള പ്രൊവിഷൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അത്രയും പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാം. സർഫസ് ഫിനിഷ് എത്ര വരെ, 1 മൈക്രോൺ വരെ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് ഇതിലത്തെ ആക്ച്വലി നമുക്ക് ഡെപ്ത് ഓഫ് കട്ട് ക്യാൻ ബി അഡ്ജസ്റ്റഡ് അപ് ടു 0.001 mm. ഓക്കെ, അത്രയും ആക്യുറസി നമുക്ക് ഇതിൽ കിട്ടും. ഓക്കെ, പിന്നെ നമ്മൾ നോക്കിക്കോളൂ, ഇതിൽ ശ്രദ്ധിക്കേണ്ട എന്താ വെച്ചാൽ, അപ്പൊ നോക്കൂ, നമ്മൾ എന്താണ് ചെയ്തത്, ആദ്യം ഈ പീസിനെ നമ്മൾ ലെയ്ത്തിൽ പോയിട്ട് സൈസ് എന്തായി 50.5 mm എടുത്തു, 50.5 mm അല്ലെങ്കിൽ 51 mm അത്രയിൽ നമ്മൾ എടുത്തു. അതിന്റെ ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിന്റെ ടേബിളിലേക്ക് കൊണ്ടുവരുന്നത്. ഓക്കെ, കണ്ട 50.5, അതായത് 51 ഉണ്ടാവും, ചില ഭാഗത്ത് 50.5 ഉണ്ടാവും. ഓക്കെ, ആ സൈസിലേക്ക് നമ്മൾ എടുത്തു കൊടുക്കണം. ഇനി നമ്മളിതിന് എന്ത് ചെയ്യുന്നു, നമ്മുടെ ഇതിൽ നമ്മുടെ അതായത് ഇതിന്റെ ടേബിളിൽ ഫിറ്റ് ചെയ്യുന്നു. ടേബിളിൽ ഫിറ്റ് ചെയ്ത ശേഷം നമ്മൾ ഇതിന് ടൈറ്റ് ചെയ്യുന്നു. ടൈറ്റ് ചെയ്ത ശേഷം നമുക്ക് നല്ല ടൈറ്റ് ആയിരിക്കണം, എന്താണ് നല്ല കട്ടിങ് പ്രഷർ ഉണ്ടാവും, അതുകൊണ്ട് എപ്പോഴും നല്ല ടൈറ്റിലായിരിക്കണം, വർക്ക് നല്ല ടൈറ്റിലായിരിക്കണം. ഓക്കെ, പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ, വർക്ക് ടൈറ്റ് ചെയ്ത ശേഷം നമ്മൾ ഇതിന് ആക്ച്വലി ശരിക്കും എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആക്ച്വലി ഇതിൽ നമ്മുടെ ഈ സ്പിൻഡിലുണ്ടല്ലോ, സ്പിൻഡിലിന് മുകളിൽ കൊണ്ടുപോയി വെക്കണം. ഓക്കെ, മുകളിൽ കൊണ്ടുപോയിട്ട് വെക്കണം. മുകളിൽ കൊണ്ടുപോയി വെച്ച ശേഷം വേണം എന്ത് ചെയ്യാൻ, നമ്മൾ വളരെ മുകളിൽ കൊണ്ടുവയ്ക്കുക കേട്ടോ. ആക്ച്വലി കൊണ്ട് കുത്താൻ പാടില്ല, റൊട്ടേഷനൊന്നും കൊണ്ട് കുത്താൻ പാടില്ല കേട്ടോ. ഇനി നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ, മോട്ടോർ ഓൺ ചെയ്യുക. മോട്ടോർ ഓൺ ചെയ്ത ശേഷം മാത്രം വന്ന് സ്പാർക്ക് വരാൻ തുടങ്ങിയതിന് ശേഷം മാത്രമേ നമ്മൾ കട്ട് ചെയ്യാവുള്ളൂ. അല്ലാണ്ട് നമ്മൾ ആദ്യം 1 mm 1/2 mm ഒക്കെ വെച്ചിട്ട് കൊണ്ടുപോയിട്ട് കുത്തരുത്, സ്ട്രക്കപ്പായി നിൽക്കുകയുള്ളൂ. ഓക്കെ, സോ എന്ത് ചെയ്യണം, നമ്മൾ ഇങ്ങനെ കറക്റ്റായിട്ട് കണ്ടോ, മോട്ടോർ 1 mm ഗ്യാപ്പിൽ കൊണ്ട് നിർത്തുക. വർക്ക് പീസിന്റെ മുകളിൽ ഒരു 1-2 mm ഗ്യാപ്പിൽ കൊണ്ട് നിർത്തുക. എന്നിട്ട് മെഷീൻ ഓൺ ചെയ്യാം. ഓക്കെ, അപ്പൊ നോക്കൂ, ഇതില് ആക്ച്വലി ഇതിന്റെ മോട്ടർ ഉണ്ടല്ലോ, അങ്ങോട്ട് ബോത്ത് സൈഡിലേക്ക് റൊട്ടേറ്റ് ചെയ്യുക. അതിപ്പോ എങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്താലും ഒരേ മാതിരിക്കാണ്, ഒരേ എഫക്റ്റ് ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ മോട്ടർ റൊട്ടേറ്റ് ചെയ്യണം, മോട്ടർ ഓൺ ചെയ്യണം. മോട്ടർ ഓൺ ചെയ്ത് എന്താണ്, ഹൈ RPM-ലാണ് നമ്മൾ മോട്ടർ റൊട്ടേറ്റ് ചെയ്യുന്നത്. നോക്കൂട്ടോ, ഹൈ RPM റൊട്ടേറ്റ് ചെയ്ത ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ മോട്ടോർ ഹെഡിനെ നേരെ താഴത്തേക്ക് കൊണ്ടുവരാം. ഓക്കെ, കൊണ്ടുവന്നിട്ട് ജസ്റ്റ് ടച്ച് ചെയ്യണമായിരിക്കും കൊണ്ടുവരാം. സ്പാർക്ക് വരാൻ തുടങ്ങിയാൽ നിർത്തുക. ഓക്കെ, എന്താണ്, സർഫസിൽ ചിലപ്പോൾ അൺഈവൻനെസ് ഉണ്ടാവും. ഓക്കെ, ആ ലെവലിൽ ചിലപ്പോൾ റെഡി ആയിക്കോളണമെന്നില്ല. അതുകൊണ്ടാണ് ജസ്റ്റ് സ്പാർക്ക് വരാൻ തുടങ്ങിയ വഴിക്കന്നെ നിർത്തുക കേട്ടോ. സ്പാർക്ക് വരാൻ തുടങ്ങിയ വഴിക്ക് നിർത്തുക. ഇങ്ങനെ ചെയ്യാവുള്ളൂ. നമ്മൾ അപ്രോക്സിമേറ്റ് വെച്ചിട്ട് കൊണ്ടുവരുത്, വർക്കിനെ ഉള്ളിൽ കൊണ്ട് ലോഡ് ചെയ്യരുത്. വർക്കിന് എന്ത് ചെയ്യണം, അടിയിൽ കൊണ്ടുവച്ചിട്ടുണ്ടോ, അങ്ങനെ സ്പാർക്ക് വരാൻ തുടങ്ങിയ ശേഷം നമ്മൾ ഉടനെ നമ്മൾ ഡൗൺലോഡ് മൂവ്മെന്റ്
ത്രെഡിന്റെ ഡൗണിലേക്കുള്ള മൂവ്മെന്റ് നിർത്തിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട് ടേൺ ഫ്രോ മൂവ്മെന്റ് എടുക്കാം. ഓക്കെ, ടേൺ ഫ്രോ മൂവ്മെന്റ് എടുക്കാം. ഓക്കെ, പിന്നെ അതേമാതിരി ക്രോസ് മൂവ്മെന്റ് കൊടുക്കാം. ക്രോസ് മൂവ്മെന്റ് കൊടുക്കാം. കണ്ട അൺഈവൻനെസ് വർക്ക് പീസിന്റെ മുകളിൽ കണ്ട അൺഈവൻനെസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ മുകളിൽ കൊണ്ടുപോയിട്ട് കൊടുത്തിട്ട് താഴെ കൊണ്ടുവരാൻ പാടില്ലെന്ന് പറയുന്നത്. അതിന് ഒരു സൈഡ് മാത്രമേ കെട്ടാവുള്ളൂ, ഒരു സൈഡ് മാത്രമേ കെട്ടാവുള്ളൂ. അങ്ങനെ കട്ട് ചെയ്തിട്ട് നമ്മൾ ലെവലാക്കി കൊണ്ടുവരും. ഓക്കെ, അപ്പൊ നോക്കൂ, നിങ്ങൾക്ക് കാണാം ഒരു സൈഡിൽ മാത്രമേ കട്ടെടുക്കുന്നുള്ളൂ. കണ്ടോ, അതെന്താണ് കാരണം? നമ്മൾ അവിടെ മെഷീൻ ചെയ്തപ്പോൾ ഉള്ള അൺഈവൻനെസ് ആണ്. ആ അൺഈവൻനെസ് നമ്മൾ ഇതിൽ നമുക്ക് കറക്റ്റ് ചെയ്തെടുക്കാം. ഓക്കെ ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ആക്ച്വലി ഒരുപാട് നമ്മൾ ഇറക്കി കൊണ്ടുവരരുത്. ഇപ്പൊ കണ്ട ആ ടച്ച് ചെയ്യാത്ത ഭാഗത്ത് കൊണ്ടുവയ്ക്കുക. ടച്ച് ചെയ്യാത്ത ഭാഗത്ത് കൊണ്ടുവച്ചിട്ട് വീണ്ടും എന്ത് ചെയ്യണം? നമ്മൾ കുറച്ചും കൂടി ഡ്രോപ്പ് ചെയ്യുക. കണ്ടോ, ഇപ്പൊ ടച്ച് ചെയ്യാൻ തുടങ്ങി. ഓക്കെ, അപ്പോൾ ഫുൾ സർഫസ് സെറ്റാവാൻ തുടങ്ങി. നമുക്ക് മാക്സിമം ഒരു 10 മൈക്രോൺ വരെ മാത്രം ഡെപ്ത് ഓഫ് കട്ട് കൊടുക്കുക. അതിലും കൂടുതൽ ഡെപ്ത് ഓഫ് കട്ട് കൊടുക്കരുത് കേട്ടോ. ഡെപ്ത് ഓഫ് കട്ട് കൂടുതൽ കൊടുത്താൽ വെറുതെ സ്ട്രക്കപ്പായി അവിടെ നിൽക്കുള്ളൂ. ഓക്കെ, ഓടില്ല, ഫിനിഷ് കിട്ടില്ല, ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ എന്താണ് ശരിക്കും അൺഈവൻനെസ് മുഴുവനും പോയിട്ടില്ല. ഈ എൻഡിൽ പിടിക്കേണ്ട, എൻഡിൽ കട്ട് എടുക്കുന്നില്ല. ഇനി നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് വീണ്ടും എന്ത് ചെയ്യണം? അങ്ങനെ കുറച്ചും കൂടി ഇങ്ങോട്ട് കൊണ്ടുപോയിട്ട് ഈ എൻഡിൽ കൂടി നിൽക്കുക. എന്നിട്ട് വീണ്ടും നമ്മൾ ലേശം കൂടി താഴെ എടുക്കുക. അപ്പോൾ സ്പാർക്ക് വരുന്നുണ്ടാവും. ഓക്കെ, നമ്മളെന്ത് ചെയ്യുന്നു? വീണ്ടും ഒരു ലൈറ്റ് കട്ടുമണി കൊടുക്കുക. ഒരു ലൈറ്റ് കട്ടുമണി കൊടുത്തതിന് ശേഷം സർഫസ് ഫിനിഷായി കിട്ടുമെന്ന് വിചാരിക്കണം കേട്ടോ. നല്ല ഫൈനായിട്ട് മെല്ലെ മൂവ് ചെയ്യുക. വളരെ മെല്ലെ ക്രോസ് ചെയ്ത് വളരെ മെല്ലെ മൂവ് ചെയ്യുക. ഒരു ഫൈൻ ഫിനിഷാക്കി ഇടുക. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം മറ്റുള്ള മെഷീനുകളുടെ വ്യത്യാസമാണ്. മറ്റുള്ള മെഷീനിലെ വ്യത്യാസം എന്താണ്? കട്ടിംഗ് സ്പീഡ് ഏറ്റവും കുറയ്ക്കാനാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിലെന്താണ് കട്ടിംഗ് സ്പീഡ്? ഗ്രൈൻഡറിൽ, സർഫസ് ഗ്രൈൻഡറിലൊക്കെ എന്താണ്? കട്ടിംഗ് സ്പീഡ് ഏറ്റവും കൂടുതലായിരിക്കണം. കാരണം എന്താണ്? അതിൻ്റെ ടെമ്പറേച്ചർ അല്ലാതെ തന്നെ കൂടുതൽ ടെമ്പറേച്ചർ ബിൽഡപ്പ് ചെയ്യും. ഹീറ്റ് ജനറേഷൻ വിൽ ബി മോർ. കട്ടിംഗ് സ്പീഡ് കമ്മിയാകുമ്പോൾ എന്താണ്? ഹീറ്റ് ജനറേഷൻ വിൽ ബി മോർ. ഓക്കെ, ആക്ച്വലി സർഫസ് ഗ്രൈൻഡിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ഫിനിഷിംഗ് പ്രോസസ്സാണ്. അപ്പോൾ നമ്മുടെ ലൈറ്റിൻ്റെ ബെഡ് അല്ലാന്നുണ്ടെങ്കിൽ ലൈറ്റിൻ്റെ ക്രോസ് സൈഡുകൾ അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ ലെവലായ സർഫസുകൾ ഗ്രൈൻഡ് ചെയ്ത് ഫിനിഷ് ചെയ്യുക. ഓക്കെ, എന്തായിരിക്കും? നല്ല ഫൈൻ ഫിനിഷ് ആകുമ്പോൾ എന്താണ്? മൂവ്മെൻറ്റ് വിൽ ബി വെരി പെർഫെക്റ്റ്, ഫ്രീ ആയിരിക്കും. ഓക്കെ, പിന്നെ അതേമാതിരി വിയർ ആൻഡ് ടയർ വിൽ ബി വെരി ലെസ്. ഓയിലും കൂടി ഇട്ട് കഴിഞ്ഞാൽ എന്തായിരിക്കും? വളരെ ഫൈൻ ഫിനിഷ് ആകും. അതിൽ ഓയിലും കൂടി ഇട്ടാൽ എന്തായിരിക്കും? പെർഫെക്റ്റ് ആയിരിക്കും. ഓക്കെ,
കുറച്ചുകൂടി താഴ്ത്താം. ഓക്കെ, മൈക്രോൺ കണക്കിന് താഴ്ത്താം കേട്ടോ. ഒരുപാട് 1 mm 2 mm താഴ്ത്തി കൊടുക്കുക, അത് സക്കപ്പായി നിൽക്കും. ഓക്കെ, മൈക്രോൺ കണക്കിന് താഴ്ത്തി കൊടുക്കും. അതായത് ഇതിലത്തെ ഒരു ഡിവിഷൻ എത്രയാണ്? 10 മൈക്രോൺ. ഓക്കെ, ഒരു 20 മൈക്രോൺ 30 മൈക്രോണൊക്കെ കൊടുത്താൽ മതി കേട്ടോ. ഓക്കെ, ആ സൈഡായ ശേഷം ഒരു ഫൈൻ കട്ട് കൊടുക്കാം. ഒരു 20 മൈക്രോൺ കാറ്റ് കൊടുക്കാം. ഇതൊരു ഫൈൻ കട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഫിനിഷ് ആവും. ഓക്കെ, ഇനി നമ്മൾ റിമൂവ് ചെയ്ത ശേഷം അങ്ങനെ 6 സൈഡ് കറക്റ്റായിട്ട് ക്ലിയർ ചെയ്യുക കേട്ടോ. അങ്ങനെ 6 സൈഡ് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് ഓവർ. ഓക്കെ, വർക്കിന് കഴിക്കാൻ ശ്രമിക്കുക കേട്ടോ. മോട്ടർ നിർത്തുന്നതിൻ്റെ മുമ്പ് ഒന്നും എടുക്കരുത്. കൈമാരി ചെറിയ ടച്ചായി കഴിഞ്ഞാൽ അത്രയും പെട്ടെന്നാണ് പോകും നമ്മൾ എല്ലാം തൊലി പെട്ടെന്ന് നോക്കണ്ട. അത് ഫൈൻ ഫിനിഷായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മളങ്ങനെ 6 സൈഡും നമ്മൾ ചെയ്യണം. ഓക്കെ.